ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വരി നിങ്ങളുടെ വീടിനുള്ളിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, അത് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ വീടിനുള്ളിൽ അല്ലെ സിറ്റ് ഔട്ടിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് വടക്കോട്ട് നോക്കി ഈ പറയുന്ന ഒരു വരി ജപിച്ചാൽ നിങ്ങളുടെ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി വളരെ സാമ്പത്തികം തരുമെന്നുള്ളതാണ്. ആയിരങ്ങൾ, പതിനായിരം, ലക്ഷങ്ങളൊക്കെ മഹാലക്ഷ്മി ക്രമേണ ആ വീട്ടിൽ സമ്പത്ത് കൊണ്ട് നിറയ്ക്കും. ഈ മന്ത്രം ഇങ്ങനെ ചൊല്ലിയവർക്ക് സാമ്പത്തികമായി വളരെ വർധനവുണ്ടായിട്ടുണ്ട്. പതിനായിരങ്ങൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അത് ലക്ഷങ്ങളിലേക്ക്, വലിയ സാമ്പത്തികത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. ഏതൊരാൾക്കും എവിടെ ഇരുന്നും ചെയ്യാം. നിങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ അതിനുള്ളിലെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്നുകൊണ്ട് വടക്കോട്ട് ചെയ്യുക. നിങ്ങൾ ഒരു മുറിയിൽ താമസിക്കുന്ന ആണെങ്കിൽ പോലും ആ മുറിയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വടക്കോട്ട് നോക്കി ചെയ്യാം. നിങ്ങളൊരു വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ അവിടെ നിന്നും എവിടെ നിന്നും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾ താമസിക്കുന്ന ആളാണെങ്കിലും അവിടെ നിന്നും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മന്ത്രം വളരെ അത്ഭുത ശക്തിയുള്ള മഹാലക്ഷ്മിയുടെ ഒരു മന്ത്രമാണ്. ഇത് ഞാൻ പലതവണ ഇതിൻ്റെ പല പ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയുന്നത് ഇതുവരെ പറയാത്ത ഒരു പ്രയോഗം ആണ്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് വടക്കോട്ട് നോക്കിയുള്ള പ്രയോഗം. ഈ മന്ത്രത്തിന് ഒരുപാട് അത്ഭുത ശക്തിയുള്ളതാണ്. ഈ മന്ത്രം കൊണ്ട് ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ഇത് ചൊല്ലുന്നവരിൽ പൈസ ഒരിക്കലും ഒഴിയുകയില്ല. മാത്രമല്ല അതോടൊപ്പം കൃഷ്ണൻ്റെ പണം കിട്ടുമ്പോഴും വയ്ക്കുമ്പോഴും ഒരു രീതിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. അതുകൂടെ കൃത്യമായിട്ട് ചെയ്താൽ പണം വർദ്ധിച്ചു വരും, ധനം വർദ്ധിച്ചു വരും. ശരിയായിട്ട് ചെയ്താൽ. കാരണം ഈ ധനം എന്നുള്ള എല്ലാത്തിനും ഒരു ബേസാണ്. നമുക്കൊരു സാമ്പത്തികം, ഇപ്പോൾ എത്രയോ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ്, എത്രയെല്ലാം ബുദ്ധിമുട്ടുകളാണ്. അപ്പം ഈ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ്. അവർക്കെല്ലാം വേണ്ടിയാണ് ഞാനീ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ശിവപാദത്തിൽ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഭഗവാൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് കേൾക്കുക. ഞാനെന്നല്ല ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും വെപ്രാളപ്പെട്ട് കേട്ടൊന്നും ചെയ്യരുത്. വിശദമായിട്ട് കേട്ട് അത് ശരിയായിട്ട് ആ വ്യക്തി എന്താണോ പറഞ്ഞു തരുന്ന വ്യക്തി എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കി അതുപോലെ ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ചെയ്യുമ്പോഴല്ല ബലം ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കുക. കാരണം ശരിയായിട്ട് ചെയ്തവർക്കെല്ലാം സാമ്പത്തികമായ ഐശ്വര്യങ്ങളെ, വർധനവൊക്കെ മഹാലക്ഷ്മി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. വാട്സപ്പിലും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. സമയമെടുത്താണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് വർക്കുകൾ എടുക്കുന്നുള്ളൂ. പെൻഡിങ് വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതാണ് ഞാൻ ചെയ്യുന്നത്. വാട്സപ്പിൽ ഇടുക, ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരും. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും വഴിപാടുകളും നിങ്ങൾക്ക് സ്വയം കൊല്ലാവുന്ന നല്ല മന്ത്രങ്ങളും ചെല്ലേണ്ട സമയങ്ങളും അതിൻ്റെ പുറകിലുള്ള നല്ല കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരുന്നു. ഒക്കെ ആവർത്തിക്കേണ്ടി വരും, പറയുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇതെങ്ങനെയാണ് സാഹചര്യം. ഇങ്ങനെ വാട്സപ്പിലെ വർക്കുകൾ ചെയ്യുമ്പോൾ ഈ നേരിട്ട് ചെയ്യാൻ സമയം കിട്ടത്തില്ല. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത്. എന്നെ ഫോൺ വിളിച്ചാലിട്ട് കിട്ടത്തുമില്ല, മിക്കവാറും വർക്കിലായിരിക്കും. ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കി ചെയ്യുക. നിങ്ങളുടെ ജീവിതം ശരിയായിട്ട് ചെയ്താൽ വലിയ സാമ്പത്തികത്തിലേക്ക് മാറിയിരിക്കും. കാരണം ഇതൊക്കെ ചെയ്ത് ജീവിതം മാറിയ അനേകം ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ മന്ത്രങ്ങളും അല്ലെ എല്ലാ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ചെയ്യണം. ചെയ്ത ശേഷം നിങ്ങളുടെ വിളക്ക് കത്തിക്കുന്നിടം, സിറ്റ് ഔട്ട് അല്ലെ നിങ്ങളുടെ മുറി, എവിടെ നിന്ന്, ഇപ്പോൾ ഒരു മുറിയാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഒരു സിറ്റ് ഔട്ട് ആണെങ്കിൽ തന്നെയും അതിന് 4 ദിക്കുകൾ കാണുമല്ലോ. കിഴക്കേ, വടക്കേ, പടിഞ്ഞാറ്, തെക്കേ, വടക്കേ 4 ദിക്ക് കാണും. ഏത് മുറിക്കും ഉണ്ടല്ലോ 4 ദിക്ക്. അതിൽ തെക്ക് ഭാഗത്തിനും കിഴക്ക് ഭാഗത്തിനും ആ മൂല, തെക്ക് കിഴക്കേ മൂല, തെക്കും കിഴക്കും കൂടെ വരുന്ന ആ കോണ്, കിഴക്ക് ഭാഗവും തെക്ക് ഭാഗവും ചേർന്ന് വരുന്ന മൂല,
തെക്ക് പടിഞ്ഞാറേ മൂല, ആ മൂലയിൽ നിന്ന് തീരെ മൂലയിലോട്ട് പോയി നിൽക്കേണ്ട, ആ ഭാഗത്ത് ഏകദേശം നിന്നാൽ മതി. നിന്നിട്ട് വടക്കോട്ട് നോക്കി ഈ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് മന്ത്രം ജപിച്ചാൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോയിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണ്ടി വെച്ച്, ഓട്ടുകിണ്ടി വെച്ച്, അതിനകത്ത് വെള്ളം വെച്ച് ചില പ്രാർത്ഥനകളെ മന്ത്രങ്ങളെ ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അത് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. അതൊക്കെ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ തെക്ക് കിഴക്കേ മൂലയാണ് പറയുന്നത് കേട്ടോ, ഇടയ്ക്ക് മാറിപ്പോയെങ്കിൽ ക്ഷമിക്കുക. തെക്ക് കിഴക്കേ മൂലയിൽ ചില പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ തെക്ക് കിഴക്കേ മൂലയിൽ നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ വടക്കോട്ട് ദർശനമാക്കി നിൽക്കണം. വടക്കോട്ട് നോക്കി ഈ പറയുന്ന ഒരു മഹാലക്ഷ്മിയുടെ മന്ത്രം വാ കൊണ്ട് ഉച്ചരിച്ച് ജപിക്കുക, മനസ്സിലല്ല. ഓം ശ്രീം ഹ്രീ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ. ഇത് മുഴുവൻ കേൾക്കണം കേട്ടോ. ഇത് അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ്. ഇതിങ്ങനെ വടക്കോട്ട് നോക്കി ജപിച്ചാൽ 3 തവണ ജപിക്കാം, അല്ലെങ്കിൽ 1 മിനിറ്റ് ജപിക്കാം. ജപിച്ചാൽ മഹാലക്ഷ്മി സാമ്പത്തികം നൽകും. ശരിയായിട്ട് മനസ്സിരുത്തി എന്ന് വെച്ചാൽ ഇത് ജപിക്കുമ്പം മറ്റു ചിന്തയില്ലാതെ മഹാലക്ഷ്മിയെ തന്നെ ധ്യാനിച്ച് ജപിച്ചവർക്ക് വളരെ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികം ഇങ്ങോട്ട് വരും. അങ്ങനെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളും, എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ, പക്ഷെ നിങ്ങളുടെ മനസ്സിരുത്തി ചെയ്യേണ്ടത് നിങ്ങളാണ്. മനസ്സടക്കത്തോടെ, വെപ്രാളം പിടിക്കാതെ, ആ ഒരു പൂർണ്ണമായിട്ടും ആ മഹാലക്ഷ്മി എന്നുള്ള ചിന്തയിൽ യാതൊരു സംശയവുമില്ലാതെ ചൊല്ലിക്കഴിഞ്ഞ് പിന്നെയും സംശയിക്കരുത്. ശരിയായോ, അല്ലെ മഹാലക്ഷ്മിനെ അനുഗ്രഹിക്കുമോ, അല്ലെ എനിക്ക് എങ്ങനെ പണം വരാനാ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഒരു ഫലവുമില്ല. നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അപ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത്. അപ്പോൾ ഇത് വടക്കോട്ട് നോക്കി 3 തവണയോ 1 മിനിറ്റോ ജപിക്കാം. രാവിലെയാണ് ഏറ്റവും ഫലപ്രദം. സന്ധ്യയ്ക്ക് ജപിച്ചാലും നല്ലത് തന്നെ. സന്ധ്യയ്ക്ക് ജപിച്ചാൽ സന്ധ്യയ്ക്ക് വടക്കോട്ട് നോക്കി ജപിച്ചാൽ ആരുടെ അനുഗ്രഹം ഉണ്ടാകും? മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടാതെ പുണ്യാത്മാക്കളായ ഗുരുക്കന്മാരുടെ, സിദ്ധന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും. സന്ധ്യയ്ക്ക് വടക്കോട്ട് നോക്കി ജപിച്ചാൽ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്. സന്ധ്യയ്ക്ക് വടക്കോട്ട് നോക്കി ജപിച്ചാൽ ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. എത്ര ജന്മം എടുത്താൽ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ തമിഴ് പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഉള്ള ചില രഹസ്യവിദ്യകളാണ്. ഇതൊക്കെ അറിയാൻ പറ്റുന്ന തന്നെ ഒരു ഭാഗ്യമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാക്കാപശുണ്ടരുടെ ആയിക്കോട്ടെ, വല്ലലാർ സ്വാമിയുടെ ആയിക്കോട്ടെ, പോഗറുടെ ആയിക്കോട്ടെ, അതുപോലെ തിരുമൂലരുടെ ആയിക്കോട്ടെ, അതുപോലെ ഗോരക്കറുടെ ആയിക്കോട്ടെ, അഗസ്ത്യരുടെ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ അറിയാനും അവരെയൊക്കെ ഒരു മനസ്സുകൊണ്ട് വണങ്ങാനും പല കാര്യങ്ങൾ അറിയാനും ഒക്കെ എനിക്ക് ജീവിതത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പല സിദ്ധസമാധികളിലെ വിഭൂതികൾ തൊടുവാനും അങ്ങനെയൊക്കെ ഒരുപാട് സിദ്ധസമാധികളിൽ ധ്യാനിക്കുവാനും ജീവിതത്തിൽ ക്രിയായോഗ സ്വീകരിക്കുവാനും ശിവവിദ്യ ചെയ്യുവാനും അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ, ഭാഗ്യങ്ങൾ ഈശ്വരൻ ശിവഭഗവാൻ നൽകിയിട്ടുണ്ട്. അതിന് ഭഗവാനോട് നന്ദി പറയുന്നു. എനിക്ക് കിട്ടിയ ചില അറിവുകൾ, ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, ആ അനുഭവങ്ങൾ, അതൊക്കെയാണ് നിങ്ങൾക്ക് പങ്കുവെച്ചു തരുന്നത്. ഇത് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല, ഒരിടത്തൊന്നും കിട്ടത്തില്ല. അത് ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഇതേക്കുറിച്ച് പലരും പറയാൻ എനിക്കറിയത്തില്ല. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. വീഡിയോ ഡേറ്റ് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇത് വേറെ എങ്ങും ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്. സന്ധ്യയ്ക്ക് വടക്കോട്ട് നോക്കി മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചാൽ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും കേട്ടോ. അത് കൈയും കാലും മുഖം കഴുകിയിട്ട് വേണം. രാവിലെ ആണെങ്കിലും സന്ധ്യയ്ക്കാണെങ്കിലും കാലും കൈയും മുഖവും കഴുകിയിട്ട് വേണം ചെയ്യാൻ. ഇനിയും നിങ്ങളിത് ചെയ്യുന്നതോടൊപ്പം ഈ പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്യണം, നന്നായിരിക്കും. അത് എന്തുകൊണ്ടാണെന്നറിയോ? അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരാൾ പൈസ തരുന്നു, നിങ്ങൾ ഇടത് കൈയിൽ ആ പൈസ പിടിക്കുക. നിങ്ങൾ വലത് കൈ കൊണ്ട് മേടിക്കുകയോ ഇടത് കൈ കൊണ്ട് മേടിക്കുകയോ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ മേടിച്ചു കഴിഞ്ഞ് ഇടത് കൈയിലോട്ട് പൈസ പിടിക്കണം. അത് നിങ്ങളുടെ ആവശ്യം. പിടിച്ച് ഇങ്ങനെ നിങ്ങളുടെ ഇടത് കൈയിൽ പൈസ പിടിച്ച്
ഓം കൃഷ്ണായ നമഃ എന്ന് ജപിക്കണം, വാ കൊണ്ട് ഉച്ചരിച്ച്. പക്ഷേ കൃഷ്ണായ നമഃ എന്ന് ഓം ചേർക്കണം കേട്ടോ. ഓം കൃഷ്ണായ നമഃ എന്ന് പറയുമ്പോൾ മനസ്സിൽ കൃഷ്ണൻ വരണം, അല്ലെങ്കിൽ മനസ്സിൽ വേറെ ആരും വരരുത്, അത് ഫലം ഉണ്ടാകത്തില്ല. അല്ലെ മനസ്സിൽ സാമ്പത്തികമായ കാര്യങ്ങളോ അല്ലെ നമ്മളുടെ അധോഗതി എന്നുള്ള ചിന്തകളോ ഒന്നും മനസ്സിൽ വരരുത്. കൃഷ്ണ എന്ന് പറയുമ്പോൾ കൃഷ്ണനായിരിക്കണം മനസ്സിൽ വരുന്നത്, എന്നാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് വിഷമിക്കണമെങ്കിലോ കരയണമെങ്കിലോ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്തോളുക. പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം ശരിയായിട്ട് ചെയ്യണം, എന്നാലേ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ചിലരുണ്ട് എന്താണേലും കഷ്ടപ്പാടും ദുരിതങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കാൻ അവർക്ക് ഇഷ്ടം. അതൊരു ഒരു ഒരു ഹോബിയോ ഒരു ടെൻഡൻസിയോ പോലെ അവർ പറയുന്നത്. എന്ത് നല്ല കാര്യം പറഞ്ഞു കൊടുത്താലും അവസാനം അവർ പിന്നെയും പറയുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. അത് ചിലരുടെ ഒരു ടെൻഡൻസിയാണ്. അത് അവർ പറഞ്ഞോട്ടെ, അവർക്ക് അതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ ഒരു പ്രാർത്ഥന ചെയ്ത് ജീവിതം മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ശരിയായിട്ട് ചെയ്യണം. ആ സമയത്ത് ആത്മനിന്ദ പാടില്ല, എൻ്റെ ജീവിതം അധോഗതിയാണെന്ന് ചിന്തിക്കാൻ പാടില്ല, മറ്റു ചിന്തകൾ പാടില്ല. അപ്പം ഓം കൃഷ്ണായ നമഃ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഇടത് കൈയിൽ പണം വെച്ച് ഓം കൃഷ്ണായ നമഃ വാ കൊണ്ട് ജപിക്കുക. ഇനി ഈ പണം നിങ്ങൾ എവിടെ വെച്ചാലും, നിങ്ങളുടെ പേഴ്സിൽ വെച്ചാലും നിങ്ങളുടെ ട്രോയിൽ വെച്ചാലും ഓം കൃഷ്ണായ നമഃ ജപിച്ച് വെക്കുക. അതുപോലെ ATM കാർഡാണെങ്കിലും എടുക്കുമ്പോഴും വെക്കുമ്പോഴും അങ്ങനെ ചെയ്യുക. സാമ്പത്തികമായി ബന്ധപ്പെട്ട എന്ത് കാര്യവും നിങ്ങൾ ആദ്യം ഒന്ന് ഇടത് കൈയിൽ പിടിച്ച് ഓം കൃഷ്ണായ നമഃ ജപിച്ച ശേഷം നിങ്ങളത് വെക്കുമ്പോഴും ഓം കൃഷ്ണായ നമഃ ജപിക്കുക. ശരിയായിട്ട് ചെയ്തവരെല്ലാം വളരെ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്, എല്ലാവരുടെയും ജീവിതം മാറിയിട്ടുണ്ട്. പിന്നെ ചിലരുണ്ട് ഞാൻ മാറത്തില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല, ഈശ്വരന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാറണം, എനിക്ക് മാറാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവരെല്ലാം മാറിയിട്ടുണ്ട്. പറയാൻ മനസ്സിലായില്ലേ? ചിലർ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർ തന്നെ ഉറച്ച് ഞാൻ ഒരിക്കലും മാറത്തില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നവരെ ഈശ്വരന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അവരുടെ കുഴപ്പമാണ്. മാറണം, എനിക്ക് മാറാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവർക്കെല്ലാം അത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് യാതൊരു സംശയം വേണ്ട. ഇതിനകത്തൊരു രഹസ്യമുണ്ട്. മഹാലക്ഷ്മിയെ വിളിച്ചു കഴിഞ്ഞ് കൃഷ്ണനെ കൂടെ വിളിക്കണം. കാരണം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ തന്നെ അംശാവതാരമാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം അതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദേവീഭാവത്തെ വിളിച്ചു കഴിയുമ്പോൾ അതിന് ഏകദേശം ഒരു ദേവൻ്റെ ഭാവത്തെ കൂടെ വിളിക്കണം. ഈ ദേവനെ കൂടെ വിളിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന പൂർണ്ണമാകുന്നത്. അതായത് സ്ത്രീയും പുരുഷനും ആ ഒരു പൂർണ്ണത ഏതിന് രണ്ട് ഭാവങ്ങളുണ്ട് ഇല്ലേ? ഏതിനുമുണ്ട്. അപ്പം അവിടെ ദേവതയുടെ കൂട്ടത്തിൽ ദേവനൂടെ വരുമ്പോഴാണ് ആ വിളി പൂർണ്ണത ഉണ്ടാകുന്നത്. ഇപ്പം ശിവനെ വിളിക്കുന്നതിന് മുമ്പ് പാർവതിയെ ദേവിയെ വിളിച്ചിട്ടേ ശിവനെ വിളിക്കാവുള്ളൂ. എന്നാലാണ് ഭഗവാന്റെ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മളൊക്കെ യോഗവിദ്യ അല്ലെങ്കിൽ ക്രിയായോഗ അല്ലെങ്കിൽ ശിവവിദ്യ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മന്ത്രം ജപിച്ച് ആദിപരാശക്തിയെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അല്ലേ? അങ്ങനെ ചെയ്തിട്ടേ ശിവനെ വിളിക്കാവുള്ളൂ. അല്ല ഡയറക്റ്റ് ശിവനെ വിളിച്ചാൽ ആ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കണമെന്നില്ല. എന്തുകൊണ്ടാണ് ദേവിയെ ആദ്യം വിളിക്കുന്നത്? ദേവിയെ വിളിച്ചിട്ട് ശിവനെ വിളിക്കുമ്പോഴാണ് അവിടെ പൂർണ്ണത ഉണ്ടാകുന്നത്. ശിവനും ശക്തിയും ചേരുമ്പോഴാണ് പൂർണ്ണത ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊരു ദേവീഭാവത്തെ വിളിച്ചാലും അതിന് ബദലായിട്ടൊരു ദേവൻ്റെ ഭാവത്തെ വിളിക്കണം. മഹാലക്ഷ്മി ആണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നാരായണനെയോ കൃഷ്ണനെയോ വിളിച്ചിരിക്കണം. അപ്പോഴാണ് അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു പൂർണ്ണത. നമ്മൾ ഏതൊരു കാര്യം പൂർണ്ണതയിൽ ചെയ്യുന്ന കാര്യം കൊണ്ടേ പൂർണ്ണമായ ഫലം ലഭിക്കത്തുള്ളൂ. അപൂർണതയിൽ ചെയ്യുന്ന കാര്യം കൊണ്ട് അപൂർണമായ ഫലമേ ലഭിക്കത്തുള്ളൂ. നാഗരാജാവിനെ വിളിച്ചാൽ നാഗയക്ഷിയമ്മയും കൂടെ വിളിച്ചിരിക്കണം. അത് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം അങ്ങനെ വിളിക്കുമ്പോഴേ നിങ്ങളുടെ കാര്യം ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കത്തുള്ളൂ. അപ്പോൾ ഏതൊരു ഒരു ഭാവങ്ങളാണെങ്കിലും ആ ദേവീ ഭാവങ്ങളെ കൂടെ വിളിക്കുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ മുരുകനെ വിളിക്കുന്നു, മുരുകൻ്റെ അമ്മയെ പാർവതി ദേവി ഒന്ന് സ്തുതിച്ചിട്ട് മകനെ വിളിച്ചു നോക്കിക്ക്, പെട്ടെന്ന് ഫലം ഉണ്ടാവും. പാർവതി ദേവി ഒന്ന് സ്തുതിച്ചിട്ട് മകനായ ഗണപതിയെ വിളിച്ചു നോക്കിക്ക്, പെട്ടെന്ന് ഫലം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ആ ഒരു രഹസ്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ലാതെ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകട്ടെ. നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊന്നും മിക്കവാറും ആളുകൾ കാണാറില്ല, അറിയാറില്ല. നമ്മൾ ഏറിയ പങ്കും നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് ഫലം ഉണ്ടായിക്കഴിഞ്ഞാൽ
നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. ഞാൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ട നിരവധി ആളുകളുണ്ട്. അവരുടെ അനുഭവത്തിൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത ഈ കാര്യം ഞാൻ പറഞ്ഞു തന്നതാണ്. ഈ മന്ത്രം ഈ മഹാലക്ഷ്മിയുടെ സിദ്ധലക്ഷ്മിയാണ്. ആ അനുഗ്രഹം ഭയങ്കര ഒരു സാമ്പത്തികം നൽകുന്നതാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കടബാധ്യതകൾ മാറാനും. പക്ഷേ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചാലേ നിങ്ങൾക്ക് ബലം ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുകയാണ് എനിക്ക് മാറ്റം ഉണ്ടാകത്തില്ല, ഞാൻ എങ്ങനെ മാറാനാണ് എന്ന് ചിന്തിച്ചാൽ അതും ശരിയാ, മാറത്തില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാ, നിങ്ങൾക്കൊരു കാര്യം പറ്റുമെന്ന് പറഞ്ഞാൽ അതും ശരിയാ, രണ്ടും ശരിയാ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ തന്നെ പറയാം ഞാനെങ്ങനെ മാറാനാണ് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചാൽ നിങ്ങൾ മാറത്തില്ല. ശരിയാണത്. നിങ്ങൾ മാറും, നിങ്ങൾക്ക് ആ ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ മാറുകയും ചെയ്യും, അതും ശരിയാണ്. ഇതെല്ലാം അവനവനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഈ ശിവനെ അറിഞ്ഞ എല്ലാ യോഗീശ്വരന്മാരും അവരെല്ലാം അവർ ഉള്ളിലുള്ള ശക്തിയെ വിശ്വസിച്ചത് കൊണ്ടാണ്. അല്ലാതെ ഒന്നും ഏത് വിദ്യ ചെയ്താലും ആ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകത്തില്ല. അവിടെ ഒരു വിശ്വാസം ആവശ്യമാണ്. വിശ്വാസമില്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്ത് കാര്യമാണെങ്കിലും ഞാനങ്ങനെ ഉള്ളവരോട് പറയും നിങ്ങൾ ചെയ്യേണ്ടെന്നേ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. പണ്ട് ഒരു ഡോക്യുമെൻറ്റ്സ് കാണാതെ പോയി എൻ്റെ അടുത്ത് വന്ന ഒരാളോട് ഞാൻ പറഞ്ഞത് അതാണ്. കുറേ വിഷമം കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ആ വിശ്വാസത്തോടു കൂടി ചെയ്യാമെങ്കിൽ അത് തിരിച്ചു കിട്ടും, ഞാൻ ആ വഴി പറഞ്ഞുതരാം. പക്ഷേ അവിടെ വെപ്രാളപ്പെട്ട് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ടെൻഷനാണെന്നും പറഞ്ഞ് നമ്മൾ ചെയ്താൽ ഫലം കിട്ടത്തില്ല. അപ്പം അവർ പറഞ്ഞു ഇല്ല ഞാൻ വിശ്വാസത്തോടെ ചെയ്തോളാം. നമ്മൾ ചെയ്താൽ അത് റിസൾട്ട് ഉണ്ടാകും. നമ്മൾ അല്ലാതെ പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഏതായാലും കൂടെ അവർക്ക് ഡോക്യുമെൻറ്റ്സ് തിരിച്ചു കിട്ടി. ഞാൻ ഭദ്രകാളിയുടെ ഒരു വഴി പറഞ്ഞു കൊടുത്തു. അപ്പം എനിക്ക് സംശയമൊന്നുമില്ല അതിൻ്റെ അകത്ത്. അത് ചെയ്യേണ്ടത് നിങ്ങളാണ്, അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ഒരു വഴി പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. പക്ഷെ അത് കറക്റ്റാണ്, ഫലം കിട്ടുമെന്ന് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം എത്രയോ ആളുകൾക്ക് പ്രയോജനം ലഭിച്ചു. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും ആ ഒരു ഉറച്ച വിശ്വാസം, മാർക്കണ്ഡേയൻ്റെ വിശ്വാസം വേണം. മാർക്കണ്ഡേയൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കണ്ഡേയൻ മരണത്തിൽ പോലും ശിവനെ ഉപേക്ഷിച്ചില്ല. ശിവന് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർക്കണ്ഡേയൻ മുനി മരണത്തെ അതിജീവിച്ചത്. അതായത് കാലം വന്ന് ആ കാലപാശം വീശുമ്പോൾ പോലും ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ഓം നമഃ ശിവായ ജപിക്കുകയാണ്. ആ മരണത്തിൽ പോലുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ വിശ്വാസത്തിനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. ചാഞ്ചാടുന്ന മനസ്സിനോ ചാഞ്ചാടിക്കളിക്കുന്ന മനസ്സിനോ ഒരു വലിയ മാറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളൊരു വിശ്വാസം വേണമെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനയായിക്കോട്ടെ, വഴിപാടായിക്കോട്ടെ, ഒരു പൂവിട്ടാലായിക്കോട്ടെ, ഒരു 10 രൂപയുടെ എണ്ണ വെച്ചാലായിക്കോട്ടെ, നിശ്ചയമായും ആ ദേവൻ അല്ലെ ദേവത ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയിരിക്കും. അതിൻ്റെ അത് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് ഈ കാര്യം പ്രയോജനപ്പെടട്ടെ, നിങ്ങളെല്ലാം ശരിയായിട്ട് ചെയ്യുക, നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശിവായ നമഃ യനവശിമാ മവയന ശിയ നമവ വശിമയന. 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 ഓം சிவசிவா என்கிற தீவினையாளர், சிவசிவா என்றடா தீவினைமாலும், சிவசிவா என்றடா தேவரும் ஆவர், சிவசிவா என்ன ശിവഗതി താനേ. ഓം നമ ശിവായ. ഏതായാലും ഭഗവാൻ കൃഷ്ണനെ കൂടെ ഒന്ന് സ്തുതിച്ചിട്ട് നിർത്തിയേക്കാം. അങ്ങനെയൊക്കെ തോന്നി, അതുകൊണ്ടാണ്.
ഓം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാന. കാലദേശങ്ങൾക്കപ്പുറത്ത്, കാലവും ദേശവുമൊന്നുമില്ല, കാലത്തിനും ദേശത്തിനും അപ്പുറം നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ സ്പഷ്ടവുമോ അസ്പഷ്ടവുമോ വ്യക്തവുമാണ് അവ്യക്തവുമാണ് ഇതെല്ലാം ഭഗവാൻ. അങ്ങനെ കാലദേശങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന സർവപുരുഷാർത്ഥങ്ങളും ഒരു മാത്ര ഗുരുവായൂരപ്പനെ കാണുന്ന മാത്രയിൽ തന്നെ സർവപുരുഷാർത്ഥങ്ങളും നൽകുന്നു. ആ പരബ്രഹ്മസ്വരൂപനായ കാലദേശങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന ഭഗവാൻ ഗുരുവായൂരിൽ വസിക്കുന്നത് അവിടെയുള്ളവരുടെ ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാനാണ്. ഹന്തഭാഗ്യം ജനാന. ഗുരുപവനപുരേ, ഗുരുവായൂർ മനസ്സിലാകുന്നു. അപ്പം ഇത് ഭഗവാനെ ഞാനിത് ജപിക്കുമ്പോൾ എൻ്റെ ഉൾക്കണ്ണിൽ കണ്ടുകൊണ്ടാണ് ജപിക്കുന്നത്, മനസ്സിൽ കണ്ടുകൊണ്ടാണ്, ഭഗവാനെ കണ്ടുകൊണ്ടാണ്. അതൊരു അനുഭവമാണ്. നിങ്ങളും അങ്ങനെ ഒന്ന് ജപിച്ചു നോക്കുക. ഭഗവാൻ മാത്രം മനസ്സിൽ കാണാവുള്ളൂ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതസ്വം രത്നകൽപ്പോജ്വലാംഗം പരശുമൃഗവരാഭേദിഹസ്തം പ്രസന്നം പത്മാസീനം സമാന്തസ്തുതം അമരഗണേർ വ്യാഘ്രാകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ധ്യം നിഖിലഭൈകരം പഞ്ചവക്ത്രം ത്രിനേത്രം. ഓം നമ ശിവായ. സദാശിവനെ ഒന്ന് സ്മരിച്ചതാണ്. സദാശിവൻ എന്ന് വച്ചാൽ സദാ മംഗളകാരി. സദാശിവൻ ആ ശിവൻ്റെ ആദി സ്വരൂപമാണ്, ആദി രൂപമാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഭഗവാൻ സദാശിവനും ഭഗവാൻ ഗുരുവായൂരപ്പനും മഹാലക്ഷ്മിയും എല്ലാം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും പരിവർത്തനങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാവരിലും ഈശ്വരൻ പ്രവർത്തിക്കട്ടെ എന്ന് ആ സർവേശ്വരനായ പരമേശ്വര ഭഗവാനെ അവിടുത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമ ശിവായ. ശിവായ നമ. നമ ശിവായ. ഓം